നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ നാലാഞ്ചിറ എന്ന സ്ഥലത്ത് ഹസീന ബീവി എന്ന 36-കാരിയെ 4 മക്കളുടെ അമ്മയെ സ്വന്തം ഭർത്താവായ സുരേഷ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു. ഏകദേശം ഒരാഴ്ചയോളമായി ആ സംഭവം ഉണ്ടായിട്ട്. അതിൻ്റെ വ്യൂവർഷിപ്പും അത് ട്രെൻഡിങ്ങിലായിരുന്ന സമയവും ഒക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ പുറത്തു വന്നു. അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ, സ്വന്തം 4 മക്കളുടെ അമ്മയെ കൊലപ്പെടുത്തുമ്പോൾ അയാൾ ചെയ്തത് തെറ്റാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത് വളരെ കഷ്ടമാണ്, അല്ലേ? ധാർമ്മികമായി ചിന്തിച്ചാൽ അത് വളരെ കഷ്ടമാണ്. എങ്കിലും ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരും ചോദിച്ചു പോവുകയാണ്, അയാൾ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്നത്. കാരണം നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ആണ് പുറത്തു വന്നത്. ഈ ഹസീന ബീവി ഭർത്താവിൻ്റെ കൈകളാൽ കൊല ചെയ്യപ്പെടുന്ന അന്ന് ഇവർ തമ്മിൽ വളരെ വലിയ രീതിയിലൊരു വഴക്കുണ്ടാകുകയും അതിൻ്റെ ഓഡിയോ മകൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ ഹസീന ബീവി അങ്ങേയറ്റം മോശമായിട്ട് സ്വന്തം മകളോടും സ്വന്തം മക്കളോടും ഭർത്താവിനോടുമൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് ഭർത്താവിനെ തന്തയ്ക്ക് പിറക്കാത്തവൻ എന്ന് വിളിച്ചത്. അതുകൂടാതെ നമുക്ക് കേട്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ വലിയ അസഭ്യ വാക്കുകളാണ് ഹസീന ബീവി തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്ത മകൾ ചോദിക്കുന്നുണ്ട്, എന്താണമ്മ നിങ്ങൾ ഈ പറയുന്നത്? മര്യാദയ്ക്ക് സംസാരിക്കൂ, എന്തിനാണ് അനാവശ്യം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മകളെയും മായും തായും പൂവും ഒക്കെ കൂട്ടി പച്ചയ്ക്ക് തെറി തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും എന്നാണ് തന്നിഷ്ടക്കാരിയായിരുന്ന ഹസീന ബീവി പറഞ്ഞത്. ഇപ്പോൾ എന്തായി? ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചു? 4 മക്കൾ അനാഥരായി. ഹസീന ബീവിയെ കൊല ചെയ്തതിന് ശേഷം പോയി ജീവനൊടുക്കുകയായിരുന്നു സുരേഷിന് അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു ഹസീന ബീവി. ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തു പോകണമെങ്കിൽ പോലും ഒപ്പമുണ്ടായിരുന്നു. ഇങ്ങനെ അമിതമായി ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചതും ഈ ഹസീന ബീവി തന്നെയാണ്. പല പുരുഷന്മാരുമായിട്ട് ഹസീനയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ തെളിവുകളും ഈ ഓഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മകൾ ആ വിഷയം പറയുന്നുമുണ്ട്. ഒരു ഹരി എന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരടുപ്പമുണ്ടായിരുന്നു, ഒരു ബന്ധമുണ്ടായിരുന്നു. അയാളുടെ ഒപ്പം ഇവർ ഇറങ്ങി പോവുകയും ചെയ്തു, ഈ 4 മക്കളെയും ഉപേക്ഷിച്ച്. പക്ഷേ അവിടെ ചെന്ന് അവരുടെ കാല് പിടിച്ച് ഇവരെ തിരികെ കൊണ്ടുവന്നു. പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ഇവരെ തിരികെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ച 2 ദിവസം കഴിഞ്ഞാണ് ഹസീന ബീവി വലിയ തരത്തിലുള്ള പ്രശ്നം ആ വീട്ടിലുണ്ടാക്കുന്നതും ഞാൻ ഇറങ്ങി പോകുകയാണെന്ന് പറയുന്നതും. സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഒന്ന് ഓർത്തു നോക്കണം, കാമുകൻ പുറത്തു നിൽക്കുകയാണ് പാതിരാത്രി. ഭാര്യ കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. ഞാൻ പോകുമെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പറയുകയാണ്. കാല് പിടിച്ച് കരഞ്ഞ് അപേക്ഷിച്ചിട്ടും അവൾ പോകാൻ തുടങ്ങിയപ്പോൾ യാതൊരു മാർഗവും മുന്നിൽ കാണാതെ അയാൾ അവളെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയതമയെ അയാൾ സ്വന്തം കൈകൾ കൊണ്ട് കൊലപ്പെടുത്തി ശേഷം സ്വയം ജീവനൊടുക്കുകയായിരുന്നു. എത്ര ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ പോകുന്നത്? ഈ ഹസീന ബീവിക്ക് ഇതിനു മുൻപ് വേറെയും പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയും പലതവണ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇയാൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. മറ്റൊരു പുരുഷൻ്റെ കൂടെ കഴിഞ്ഞിട്ടും സ്വന്തം മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അയാൾ തിരിച്ച് പലതവണ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അയാളുടെ ക്ഷമയെപ്പറ്റി ആരും വാചാലരായില്ല. പക്ഷേ അയാൾ ഒരു കടും കൈ ചെയ്തപ്പോൾ വലിയ തെറ്റുകാരനായി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരാളെ കൊല ചെയ്യുന്നതല്ല അതിന് പരിഹാരം എന്നത് വളരെ കൃത്യമായിട്ടുള്ള ഉറച്ച ഒരു വസ്തുതയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഇത്രയും വലിയ ക്രൂര കൃത്യങ്ങളിലേക്ക് മനുഷ്യരെ കൂടെ ജീവിക്കുന്ന ആളുകൾ തന്നെ നയിക്കുന്നു എന്നതും നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവരിപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞു, 2 പേരും മരിച്ചു പോയി കഴിഞ്ഞു. മരിച്ച ആ സ്ത്രീയെപ്പറ്റി മോശം പറയാമോ എന്ന് ചോദിക്കുന്നവരോടും മരിച്ച ആ സ്ത്രീയ്ക്ക് വേണ്ടിയല്ല, അവരെ ദുഷിക്കാൻ വേണ്ടിയല്ല ഞാനിരുന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഭർത്താക്കന്മാരാരും പുറത്തു പറയാൻ കഴിയാതെ സഹിക്കുന്ന ഒരുപാട് വീടുകൾ കേരളത്തിലുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് എത്രയോ വീടുകൾ അറിയാം. മക്കളെ ഓർത്ത് ഭർത്താക്കന്മാർ സഹിക്കുകയാണ്. കുറ്റങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഭർത്താക്കന്മാരുടെ കുറ്റങ്ങളായിരിക്കാം പുറത്തു വരുന്നത്. മദ്യപിക്കും, അല്ലെങ്കിൽ സമയത്ത് വീട്ടിൽ വരില്ല, കൂട്ടുകാരുമായിട്ട് എവിടെങ്കിലുമൊക്കെ നടക്കും, ലഹരിയുടെ ഉപയോഗം, അല്ലെങ്കിൽ ചിലവിന് തരുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഭർത്താക്കന്മാരുടെ കുറ്റങ്ങളായിട്ട് പറയാൻ കാണും. പക്ഷേ ഈ ഭാര്യമാർ ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർ ഒപ്പിച്ചു വെക്കുന്ന ഒരുപാട് പണികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആരും വാചാലരാകുന്നില്ല. ഇപ്പോൾ ഈ ഹസീന ബീവിയുടെ കേസിൽ തന്നെ അയാൾ എത്രയോ വട്ടം കാല് പിടിച്ച് അപേക്ഷിച്ചു.
പക്ഷേ ഈ അപേക്ഷിച്ച ആ ഒരു സമയത്ത് മനസ്സിനുറപ്പുള്ളവനായിരുന്നെങ്കിൽ ഇവളെ വേണ്ട എന്ന് വെക്കാൻ ഒരു തീരുമാനമെടുക്കാമായിരുന്നു. പക്ഷേ എല്ലാവർക്കും അതിന് സാധിക്കുമോ എന്നതും ഒരു ചോദ്യമാണ്. ചിലർ ജീവന് തുല്യം തൻ്റെ പങ്കാളിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, 19 വർഷം ഒന്നിച്ച് ജീവിച്ചവരാണ്, 18 വയസ്സുണ്ട് മൂത്ത മകൾക്ക്. ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് താൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്ന് ഒപ്പം ജീവിപ്പിച്ചിട്ട് ഇത്രയും കുട്ടികളെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു ദിവസം കണ്ണിൽ കണ്ടവന്മാരുടെ കൂടെ ഭാര്യ ഇറങ്ങിപ്പോകുന്നു എന്ന് കാണുമ്പോൾ അവൾ പോയി സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിക്കാൻ എല്ലാ ആണുങ്ങൾക്കും പറ്റില്ല. അപ്പോൾ കുറേ ആളുകൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. എന്ത്? ഞാൻ അവളുടെ കൂടെ ജീവിച്ചില്ല, എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ മറ്റാരുടെയും കൂടെ ഇനി ജീവിക്കണ്ട, അവളുടെ ജീവിതം അങ്ങ് മതിയാക്കി കളയാമെന്ന് വിചാരിക്കുന്നു. ഒപ്പം സ്വന്തം ജീവിതവും. ഇതിലൂടെ ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ. 18, 17, 8, 9 വയസ്സൊക്കെയുള്ള 4 കുഞ്ഞുങ്ങളാണ്. അവരുടെ ഭാവി എന്താകും? അവർക്കേറ്റ ആ ഒരു ആഘാതത്തിൽ നിന്ന്, ആ ഒരു മാനസികാഘാതത്തിൽ നിന്ന് എന്നവർ മോചിതരാകും? സ്വന്തം അവരുടെ കൺമുന്നിലിട്ടാണ് ഭാര്യയെ കൊല്ലുന്നത്. കാരണം അങ്ങേയറ്റം ആ മനുഷ്യൻ നോക്കി, ക്ഷമയുടെ അതിർവരമ്പ് ലംഘിച്ചു, അങ്ങേയറ്റം നോക്കിയിട്ടും പറ്റുന്നില്ല എന്ന ഘട്ടത്തിൽ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഒരു ക്രൂരൻ അദ്ദേഹത്തിൽ പ്രവേശിച്ചു പോയി. അദ്ദേഹം അത് ചെയ്തു പോയി. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കടക്കണ്ട എന്നുണ്ടെങ്കിൽ വീട്ടിൽ എല്ലാ ദിവസവും പ്രശ്നമുണ്ടാകുന്ന വീടുകൾ അറിയാം, നമുക്ക് തന്നെ അറിയാം. ചില വീടുകളിൽ എന്നും 1, 2 പറഞ്ഞ പ്രശ്നങ്ങളായിരിക്കും. ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയും. അപ്പോൾ പങ്കാളികളിൽ ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ അവരെന്ത് ചെയ്താലും അതിലൊരു ഇഷ്ടക്കേട് നമുക്ക് തോന്നും. അവരെന്ത് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. എന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആ വീട്ടിൽ സംസാരവും ബഹളവുമായിരിക്കും. കുഞ്ഞുങ്ങളുടെ ജീവിതവും ഇരുട്ടിലാകും. ഇവർക്കും ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ജീവിതത്തെ വെറുത്ത് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവർ ഒന്നിച്ചിരുന്നൊരു തീരുമാനമെടുക്കുക, നമുക്ക് പിരിയാം. ഒരു തരത്തിലും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു അർത്ഥവുമില്ല. ഒരാൾക്ക് നമ്മുടെ കൂടെ യോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിവാഹമോചനം തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. ഇത് ഞാൻ ആദ്യമായിട്ട് പറയുകയല്ല, ഈ ഒരുപാട് വീഡിയോകളിൽ ആവർത്തിക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരേ പാറ്റേണിലാണ് ഇവിടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. പണ്ടൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ കേട്ടിരുന്ന വാർത്തകൾ ഇന്ന് സ്ഥിരം ഒരു ദിവസം 3, 4 വാർത്തകൾ എന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ അയൽവക്കത്താണ് സംഭവിച്ചതെങ്കിൽ നാളെ അത് നമ്മുടെ വീട്ടിലാണ് എന്ന ചിന്ത നമുക്ക് വേണം. എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ 2 സംസ്കാരത്തിൽ ജനിച്ച് വളർന്നവരാണ്. അവർ തമ്മിൽ എത്ര വർഷം ഒന്നിച്ച് ജീവിച്ചാലും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകും. അത് സർവ്വസാധാരണമാണ്. പക്ഷേ ആ പൊരുത്തക്കേടുകൾ ഇവരുടെ കയ്യിൽ ഒതുങ്ങാതെ വരുമ്പോൾ, ഇവർ തമ്മിലുള്ള പിണക്കങ്ങൾ ഒരു ഇണക്കത്തിലേക്ക് ഒരിക്കലും വരാതെയാകുന്ന സമയമൊക്കെ ആവുമ്പോൾ അത് വേണ്ട എന്ന് വെക്കാനുള്ള ധൈര്യം കൂടി, അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ധൈര്യം കൂടി, അവർക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴി കൂടി അവിടെ ബാക്കി വെച്ചിരിക്കണം. അവർ ഒന്നിച്ച് ജീവിച്ചതിൽ 4 മക്കളാണ് പിറന്നത്. അവർ ഒന്നിച്ചു കഴിഞ്ഞതിൽ 4 മക്കളാണ് ജനിച്ചത്. ആ മക്കളോട് അവരെത്ര ഉത്തരവാദിത്തം കാണിച്ചു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് അമ്മയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, എന്ത് ഉത്തരവാദിത്തമാണ് കാണിച്ചത്? അച്ഛൻ പരമാവധി സഹിച്ചു, ക്ഷമിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഈ അമ്മ ഞാൻ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അത്രേ. ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടേക്കുക, എൻ്റെ ജീവിതം ആരും ഇനി നോക്കണ്ട, എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിൽ രീതിയിൽ ജീവിക്കണം, അതിനെന്നെ അനുവദിക്കണം, അതിനുവേണ്ടി ഞാൻ പോകുകയാണ് എന്ന് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരവസ്ഥ. അത് വളരെ കഷ്ടമാണ് അത് കേട്ടുകൊണ്ട് നിൽക്കാൻ. നമുക്ക് മാറിയിരുന്ന് മൂന്നാമതൊരാളായിട്ട് അഭിപ്രായമൊക്കെ പറയാൻ പറ്റും ഒരാളുടെ ജീവിതത്തിൽ. പക്ഷേ അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് അവർക്കേ അറിയാവുള്ളൂ. ഹസീന ബീവിയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവർക്കും ഒരുപാട് പറയാനുണ്ടായിരുന്നേനെ. അവരെ വീട്ടിൽ അടച്ചിട്ട് വളർത്തുകയാണ്, അവരെ പുറത്തോട്ടിറങ്ങാൻ സമ്മതിക്കുന്നില്ല, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് തുടങ്ങിയ കാരണങ്ങളൊക്കെ അവർക്കും പറയാനുണ്ടാവും. പക്ഷേ നമുക്ക് മുന്നിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ആ 4 കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. നമ്മുടെ സുഖങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുടെ ജീവിതം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സന്തോഷം നോക്കണം, അതിനോടൊപ്പം തന്നെ അത് മറ്റൊരാളുടെ സന്തോഷത്തെയോ ജീവിതത്തെയോ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്. അപ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യരാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇരുകാലി മൃഗം എന്നേ പറയാൻ പറ്റൂ.